2.5 വർഷം മുമ്പ് നടന്ന സംഭവത്തിന് എന്തിനാണ് സഭയിൽ കൊണ്ടുവരുന്നത്? നിങ്ങളൊരു സമരം ചെയ്തോ? നിങ്ങൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ റെക്കോർഡ് നോക്ക്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2 മാർച്ച് അന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ച് 2 കൊല്ലം മുമ്പ് നടത്തിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് സ്ഥലം മാറ്റിയത്. മർദ്ദനമേറ്റു എന്ന് പറഞ്ഞു. ആരെങ്കിലും വിചാരിക്കും ഒരു നിസ്സാരമായ കേസിൽ ഇത്രയും ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങുമെന്ന്? അതറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. കാരണം CCTV ഫുട്ടേജ് പുറത്തു കൊടുക്കാതെ പിടിച്ചു വെച്ചതാണ് പോലീസ്. RTI ആക്ടിൻ്റെ പവർ കൊണ്ടാണ് ഇതൊന്ന് പുറത്തു വന്നത്. ഇല്ലെങ്കിൽ ഇപ്പോഴും പുറത്തു വരില്ല. ഇപ്പോഴും നമ്മൾ ആരും ഇത് വിശ്വസിക്കില്ല. എന്തൊരു ക്രൂരമായ മർദ്ദനം! അത് കേട്ടിട്ട് അത് നിയമസഭയിൽ കൊണ്ടുവരണ്ടേ? മാധ്യമങ്ങൾ രാവിലെ കൊടുത്തു. മാധ്യമങ്ങൾ ആയിട്ട് നെക്സസ് ആണ്. എന്തൊക്കെയാ പറഞ്ഞത്? ഇത് സാമാന്യ ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാവരും അറിയില്ല ഇത് പ്രതിപക്ഷം ഇത് കൊണ്ടുവരുമെന്ന്. ഈ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവരാതിരിക്കാൻ കഴിയോ? ഇത് കണ്ടു കഴിഞ്ഞാൽ ചങ്ക് പറഞ്ഞു പോവില്ലേ? ഒരു ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിലിട്ട് 4-5 പേര് ക്രൂരമായി മർദ്ദിച്ചു. വിഷ്വലിൽ കാണുന്നത് മാത്രമല്ലല്ലോ, കാണാത്ത സ്ഥലത്തുകൊണ്ട് ഇവിടെ വിശദീകരിച്ചു. കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. ഇതിനെ ന്യായീകരിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? അതിനെയാണോ ന്യായീകരിക്കുന്നത്? എന്നിട്ട് അയാൾക്ക് കേസുണ്ട്, കുറെ കേസ്. എന്തൊക്കെയാ കേസ്? കൊറോണ കാലത്ത് കുന്നംകുളത്ത് ജാഥ നയിച്ചു. കൊറോണ കാലത്ത് ഇന്ധനവില വർധനവിനെതിരായി റോഡ് ഉപരോധം, ക്രമസമാധാന പ്രശ്നം മുന്നിൽ കണ്ട് പ്രിവെന്റീവ് ഡീറ്റൻഷൻ, കുന്നംകുളം MLA മൊയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടന്നത് അറിഞ്ഞെത്തിയതിന്, സംശയാസ്പദമായി കണ്ടതിൽ വെച്ച് ജാഥ നടത്തിയതിന്. ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക്, ഞങ്ങൾക്കെതിരെ എത്ര പേർക്കെതിരെ കേസുണ്ട്? ഞങ്ങളെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇതുപോലെ മർദ്ദിക്കുമോ ക്രൂരമായി? നിസ്സാരമായ കാരണത്തിൽ കൊണ്ടുപോയാണ്. ഒരു കൊലപാതകിയല്ല, ഒരു തീവ്രവാദിയല്ല, പോലീസിനെ കയ്യേറ്റം ചെയ്തിട്ടില്ല. മദ്യപിച്ചു എന്ന് കള്ളക്കേസുണ്ടാക്കി. പരിശോധിച്ചപ്പോൾ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു കുഞ്ഞിനെയല്ലേ നിങ്ങൾ? വല്ലോന്റെ മക്കളല്ലേ? എന്നിട്ട് അതിനെ വന്ന് ന്യായീകരിക്കുകയാണ് നിങ്ങൾ. ഒരു നാണവുമില്ല. ഈ ക്രൂരമായ മർദ്ദനത്തെ നിങ്ങൾ ന്യായീകരിക്കുകയാണ്. അതാണ് നിങ്ങൾ ചെയ്തത്, അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴല്ലേ എന്നെ തടസ്സപ്പെടുത്തിയ മുഖ്യമന്ത്രി സംസാരിക്കില്ല. മുഖ്യമന്ത്രിയോട് സംസാരിക്കില്ല. മുഖ്യമന്ത്രി തടസ്സപ്പെടുത്തിയ സാറേ, പോലീസിനെ തിരുത്താനല്ല നിങ്ങൾ ശ്രമിച്ചത്. നിങ്ങൾ ഈ ദൃശ്യങ്ങൾ പിടിച്ചു വയ്ക്കാനാണ് ശ്രമിച്ചത്. സാർ, ഈ ദൃശ്യം പുറത്തു വന്നതോടുകൂടി എത്ര ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തേക്ക് വന്നത്? എത്ര പരാതികളാണ് പുറത്തേക്ക് വന്നത്? ഇവിടെ പറഞ്ഞല്ലോ, കുന്നംകുളത്ത് പീച്ചിയിൽ നിങ്ങളുടെ LC സെക്രട്ടറിയുടെ കരണക്കുറ്റിക്കിട്ടല്ലേ പോലീസ് അടിച്ചത്. എന്നിട്ട് ഏരിയ സെക്രട്ടറി വന്നിട്ട് മാറ്റിയ പരാതിയില്ല. ആ പാവം പറയും എന്നെ മാറ്റിക്കോളാൻ പറഞ്ഞു LC സെക്രട്ടറി സ്ഥാനത്ത് നിന്ന്. എൻ്റെ കരണക്കുറ്റിക്ക് ഒത്തുതീർപ്പിന് പോയതാ പോലീസ് സ്റ്റേഷനിൽ. മൂവാറ്റുപുഴയിലെ കാര്യം മാത്യു കൊൽനാടൻ പറഞ്ഞു. കോഴിക്കോട് ലീഗ് നേതാവിൻ്റെ കരണത്തടിക്കുന്ന ദൃശ്യങ്ങൾ വന്നു. തിരുവനന്തപുരത്ത് പാവപ്പെട്ട ഒരു സ്ത്രീയെ കക്കൂസിന് വെള്ളം എടുത്ത് കുടിക്കാൻ ഒരു ദളിത് സ്ത്രീയോട് പറഞ്ഞ നാണം കെട്ട പോലീസാണ് നിങ്ങളുടെ. 20 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിരപരാധിയായൊരു ദളിത് യുവതിയെ ഇരുത്തിയിട്ട് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ കക്കൂസിൽ പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞ നാണം കെട്ട പോലീസാണ് നിങ്ങളുടെ പോലീസ്. നാണം കെട്ട പോലീസ്. നിങ്ങൾ അരിമ്പൂരിൽ, പിന്നെ അന്തിക്കാട് തോർത്തിൽ കരിക്ക് ചുരുട്ടിയിട്ട് ഇടിച്ചത് ഇവൻ ആരാണ്? ആക്ഷൻ ഹീറോ ബിജുവോ? സിനിമയിൽ കാണുന്നത് പോലെ കരിക്ക് കെട്ടിയിട്ടാണ്. നിസ്സാര കേസിലാണ്. ചെറിയൻകീഴിൽ പെപ്പർ സ്പ്രേ. നിങ്ങൾ എന്നു മുതലാണ് കരിക്കും പെപ്പർ സ്പ്രേയും പോലീസിന്റെ ആയുധമാക്കി അംഗീകരിച്ചത്? പാവപ്പെട്ട നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യരാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പീഡിപ്പിച്ചത്. കൊടുങ്ങല്ലൂരിൽ ഒരു അർബുദ രോഗി, ക്യാൻസർ രോഗി, അയാൾ കരഞ്ഞു പറഞ്ഞു, ഞാൻ ക്യാൻസർ പേഷ്യൻ്റ് ആണ്, നിങ്ങളെ സംശയത്തിൻ്റെ പേരിലാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്, CCTV നോക്ക് എന്ന് പറഞ്ഞു. അയാളെ താഴെ ഇരുത്തി അയാളുടെ കാലിൽ പല റൗണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ചൂരൽ പ്രയോഗം നടത്തി. ക്യാൻസർ പേഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട്. അടൂരിൽ നിങ്ങളുടെ DYFIയുടെ മേഖലാ സെക്രട്ടറി അല്ലേ 2 മണിക്കൂർ കൊണ്ടൊരു കള്ളക്കേസ് എടുത്ത്
സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. ആ മേഖലാ സെക്രട്ടറിയുടെ അപ്പനും അമ്മയും പറഞ്ഞെന്താ? ആ മർദ്ദനത്തെ തുടർന്നാണ്, ക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് രോഗിയായി കിടന്ന അയാൾ മരിച്ചത്. ഒരു അസുഖവും ഇല്ലായിരുന്ന ഒരാൾ. ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്ന പോലീസിനെയാണ് നിങ്ങൾ ഇവിടെ ന്യായീകരിച്ചത്. ഡിവൈഎഫ്ഐ നേതാവിനെ, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മരിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് സ്വർണ്ണമോതിരം ഇടിച്ചാണ്, അവന്റെ കല്യാണമായിരുന്നു ഇന്നലെ, സ്വർണ്ണമോതിരം ഇടിച്ചാണ് പരാതി. എന്നിട്ട് അവനെ ഡിവൈഎഫ്ഐ നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലിക്കൊന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും. ശരി, ഈ പാവപ്പെട്ടവനെ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുമ്പോൾ 51 വെട്ടുവെട്ടിക്കൊന്നൊരു മനുഷ്യനുണ്ടല്ലോ, ചന്ദ്രശേഖരൻ, അതിലെ കൊലക്കേസിലെ പ്രതികളില്ലേ, ക്രിമിനലുകൾ, പിന്നീട് പോലീസ് ജയിലിൽ ഇരുന്ന് ഇപ്പോഴും ഷെയ്ഡി ഏർപ്പാടുകൾ ചെയ്യുന്ന ക്രിമിനലുകൾ, അവരെ നിങ്ങളെ പോലീസ് കൊണ്ടുപോയത് 5 സ്റ്റാർ ഹോട്ടലല്ല, മദ്യം വാങ്ങിച്ചു കൊടുത്തു, ഭക്ഷണം മേടിച്ചു കൊടുത്തു, 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി. ക്രിമിനലുകളെയും കൊലപാതകികളെയും സംരക്ഷിക്കുന്ന നിങ്ങളുടെ പോലീസ് പാവപ്പെട്ടവനെ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ മർദ്ദനമുറകൾ കൊണ്ട് നിരവധി കേസുകൾ, 100 കണക്കിന് ആളുകളാണ് ഇപ്പൊ CCTV ഫുട്ടേജിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത്. പീച്ചിയിലെ ആ ഹോട്ടലിൽ ആ മാനേജരെയും അതിൻ്റെ ഉടമയുടെ മകനെയും എത്ര ക്രൂരമായിട്ടാണ് മർദ്ദിക്കുന്നത്, എത്ര ക്രൂരമായിട്ടാണ്. എന്ത് കാര്യത്തിനാ? അടിച്ച് പേടിപ്പിച്ചിട്ട് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അടിച്ച് പേടിപ്പിച്ചിട്ട് പറയാ പോക്സോ കേസിൽ കൂടി നിന്നെ കൊടുത്തു, അതുകൊണ്ട് 5 ലക്ഷം തന്നേക്കാം. 5 ലക്ഷം തന്നേക്കാൻ പറയാ. നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഐറ്റം നമ്പർ 835 ഉണ്ട്. എന്താണ്? പോലീസ് ജനങ്ങളോട് മര്യാദയോടെ പെരുമാറുമെന്നും ലോക്കപ്പുകളിൽ മനുഷ്യാവകാശ ധ്വംസനം നടക്കില്ല എന്ന് ഉറപ്പുവരുത്തും. ഇതാണ് നടക്കുന്നത്. ഇതാണ് പോലീസ് സ്റ്റേഷനുകളിൽ മുഴുവൻ നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ അറിഞ്ഞില്ല, നിങ്ങളറിയല്ലോ. മുഖ്യമന്ത്രി, അങ്ങല്ലേ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ, അങ്ങയുടെ കീഴിൽ ഒരു ഇന്റലിജൻസ് സംവിധാനം ഇല്ലേ, സ്പെഷ്യൽ ബ്രാഞ്ച് ഇല്ലേ? ഈ ക്രൂരമായ ആക്രമണങ്ങൾ നടന്നത് പോലീസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ അറിയാലോ. അവരുടെ അടുത്ത് പരാതികൾ വന്നിട്ടുണ്ടല്ലോ. ഈ കേസുകളിൽ നിരവധി. ഈ ഡിവൈഎഫ്ഐക്കാരനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലിക്കൊന്ന കേസ് മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. ഇവിടെ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചാന്ന് ചോദിച്ചു. ഇവിടെ ഡിവൈഎഫ്ഐക്കാരനെ സ്റ്റേഷനിലിട്ട് തല്ലിക്കൊന്നിട്ട് നടപടിയെടുക്കാത്ത ഈ മുഖ്യമന്ത്രിയാണോ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ പരാതി കൊടുത്താൽ നടപടിയെടുക്കുന്നത്? ആണോ ലോക്കൽ സെക്രട്ടറിയുടെ കരണത്തടിച്ചിട്ട് നടപടിയെടുക്കാത്ത ആ മുഖ്യമന്ത്രിയുടെ കയ്യിൽ പരാതി ഉണ്ടല്ലോ. നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ച് എന്താണ്? നിങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനം നിങ്ങളെ ഇതൊന്നും അറിയിക്കുന്നില്ലെങ്കിൽ ആ ഇന്റലിജൻസ് സംവിധാനം പിരിച്ചുവിടത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നടപടിയെടുക്കാതിരിക്കുന്നതെങ്കിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ അങ്ങയോട് പറയുന്നു, അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണം. ഇത് റഷ്യയിലെ സ്റ്റാലിന്റെ ഗുലാഗുകളെ കുറിച്ച് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികളെയും ശത്രുക്കളെയും സംശയമുള്ളവരെയും കൊണ്ടുപോയി ഈ ഗുലാഗിൽ കൊണ്ടുപോയി കസ്റ്റോഡിയൽ ടോർച്ചറിന് വിധേയമാക്കിയ നിരവധി കഥകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇത് ജനാധിപത്യ കേരളമാണ്. നിങ്ങൾ സ്റ്റാലിൻ ചമയാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ 3-ാം തീയതി ഇത് പുറത്തു വന്നാണ്. 3-ാം തീയതി അതിനെ തുടർന്ന് നിരവധി വിഷയങ്ങൾ പുറത്തു വന്നു. നിരവധി വിഷയങ്ങൾ എല്ലാ ജില്ലയിൽ നിന്നും വരിക. നിങ്ങളൊരു മറുപടി പറഞ്ഞില്ലല്ലോ. നിങ്ങൾ മുഖ്യമന്ത്രിയല്ലേ? നിങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളല്ലേ? നിങ്ങൾ ഇതുവരെ ഒരു മറുപടി പറഞ്ഞോ? കേരളത്തിലെ പൊതുസമൂഹത്തോട്, മാധ്യമങ്ങളോട് നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. നിങ്ങളുടെ കീഴിലുള്ള പോലീസ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ വൃത്തികേടുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തേ മൗനം പാലിച്ചു? നിങ്ങൾ എന്തേ മിണ്ടിയില്ല? നിങ്ങൾ എന്തുകൊണ്ട് പറയാൻ നിങ്ങൾക്ക് ഡിഫൻസ് ഉണ്ടായിരുന്നില്ല? നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ ഒരക്ഷരം ഇതുവരെ പറഞ്ഞില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ആഭ്യന്തരമന്ത്രി, ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതുപോലെ മിണ്ടാതിരുന്നിട്ടുണ്ടോ? സംസാരിക്കാതിരുന്നിട്ട് എത്ര ദിവസമായി? ഞാൻ തന്നെ അങ്ങയോട് പറഞ്ഞു നിരവധി വിഷയം. നിങ്ങളുടെ പോലീസ് എങ്ങോട്ട് പോകുന്നു?
എന്താ പറ്റിയത്? പോലീസ് സർ, പോലീസ് ഒരു ഫോഴ്സാണ്. ആർമി പോലെയൊക്കെയുള്ള ഒരു ഫോഴ്സാണ്. ഒരു അർദ്ധ സൈനിക സംവിധാനം പോലെയാണ് പോലീസ്. പോലീസ് ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് അതിനൊരു ഹൈറാർക്കി ഉണ്ട്. സാർ, ആ ഹൈറാർക്കി കേരളത്തിലെ പോലീസിൽ പ്രവർത്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ രാഷ്ട്രീയ ഇടപെടലുകൾ, നിങ്ങളുടെ ഉപജാപക സംഘത്തിന്റെ ഇടപെടലുകൾ, ഈ DGP പറഞ്ഞാൽ SP കേൾക്കുവോ? കാരണം SP വെച്ചിരിക്കുന്ന വേറെ ആളാ. SP പറഞ്ഞാൽ SHO കേൾക്കുവോ? SHOക്ക് കമ്മിറ്റ്മെന്റ്, അക്കൗണ്ടബിലിറ്റി വേറെ ആളുകളോടാണ്. നിങ്ങൾ ഈ 9 വർഷക്കാലം കൊണ്ട് പോലീസിന്റെ ഹൈറാർക്കി നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. ഇത് സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു ഒരു കാലത്ത്. നല്ല മിടുമിടുക്കന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഉണ്ട് സർവീസിൽ. അവർക്ക് വല്ല കാര്യമുണ്ടോ? അവർക്ക് കാര്യമുണ്ടോ? ഏറാൻ മൂളികൾക്ക് പ്രോത്സാഹനം കൊടുത്ത് എന്ത് വൃത്തികേട് ചെയ്യുന്നവനെയും കൊട പിടിച്ച് സംരക്ഷിക്കുകയാണ് നിങ്ങൾ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് 30 പേർ മാർച്ച് ചെയ്തു കഴിഞ്ഞ ദിവസം. എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ പറവൂരിലെ വീട്ടിലേക്ക് 30 പേർ, 15 പേർ പാർട്ടിക്കാർ, 15 പേർ ക്രിമിനലുകൾ. സർ, പോലീസ് നോക്കിയിരിക്കുകയാണ്. പോലീസ് നോക്കി നിൽക്കുമ്പോൾ എൻ്റെ വീടിന് മുന്നിൽ വെച്ചിരിക്കുന്ന ബോർഡ് അടിച്ചു തകർത്തു. എൻ്റെ വീട്ടിലേക്ക് കയറി എന്നെ കാണാൻ വേണ്ടി അവിടെ ഓഫീസിൽ ആവശ്യത്തിന് വന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കരണത്തടിച്ചു. സർ, പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. സാർ, അങ്ങേക്ക് പകരം അങ്ങയുടെ കസേരയിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ഇരുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന അതിന് പോലീസ് നോക്കി നിൽക്കുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുമോ? സർ, ഞങ്ങൾ ജനപ്രതിനിധികളല്ലേ? കഴിഞ്ഞ ദിവസം 15 പേർ T സിദ്ദിഖിന്റെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്തു. എന്നിട്ട് പോലീസ് വന്ന് പറഞ്ഞു MLAയുടെ ഓഫീസ് അടക്കണമെന്ന്. ഞാൻ SP-യോട് ചോദിച്ചു, നിങ്ങളുടെ SP ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യാം, DGP ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യാം, നിങ്ങൾ ഓഫീസ് അടയ്ക്കുക. ഞങ്ങൾ മാർച്ച് ചെയ്യുമ്പോൾ MLAയോട് 15 പേര് മാർച്ച് ചെയ്തപ്പോൾ MLAയോട് പോലീസിന്റെ അഡ്വൈസർ അടച്ചിടണം. എൻ്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ഞാൻ വീടടച്ച് അകത്ത് കയറിയിരിക്കണോ അല്ലെ നാട് വിട്ടു പോകണോ? നിങ്ങളുടെ പോലീസിന് എന്താ പണി? നിങ്ങളുടെ പോലീസാണ് ഈ വൃത്തികേടുകൾക്ക് മുഴുവൻ കൂട്ടു നിൽക്കുന്നത്. അവർക്ക് പേടിയാണ്. അവർക്ക് അവിടുത്തെ ഏരിയ സെക്രട്ടറിയെ പേടിയാണ്, ജില്ലാ സെക്രട്ടറിയെ പേടിയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെയോ MLAയുടെയോ വീട്ടിലേക്ക് എരിച്ചു കയറി വരുന്നവനെ തടുത്തു നിർത്തി പോകരുത് എന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ ആ സ്ഥാനത്ത് ആ SHO ഉണ്ടാവില്ല. ഏരിയ സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറിയോ അവൻ്റെ തല തെറിപ്പിക്കും. പേടി കൊണ്ടാണ്. അല്ലാതെ MLAയുടെയോ പ്രതിപക്ഷ നേതാവിൻ്റെയോ വീടിന് സംരക്ഷണം കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടോ അതിന് കഴിവില്ലാത്തത് കൊണ്ടോ അല്ല, പേടിച്ചിട്ടാണ്. എങ്ങോട്ടാണ് ട്രാൻസ്ഫർ, ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത് എന്നറിയില്ല. നിങ്ങളുടെ പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി നിന്ന് പ്രസംഗിച്ചല്ലോ SFI നേതാവ്. പോലീസ് ജീപ്പ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ആളെ ഏരിയ സെക്രട്ടറി ഇറക്കിക്കൊണ്ടുപോയല്ലോ ചാലക്കുടി. എന്നിട്ട് നടപടിയെടുത്തോ? അയാളൊക്കെ ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണ്. ആ ഉദ്യോഗസ്ഥനാണ് മാറ്റിയത്. നിങ്ങൾ ഈ പോലീസിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റി പഴയ കാലത്ത് സെൽ ഭരണമുണ്ടായതിൻ്റെ ഓർമ്മകളിലേക്ക് നിങ്ങൾ കേരളത്തെ കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, ഇപ്പോൾ പുറത്തു വന്ന കേസുകളിൽ ഉത്തരവാദികളായ ആളുകളെ, കുന്നംകുളം കേസിൽ ആ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കുഞ്ഞിനോട് ഇത്രയും ക്രൂരമായി ചെയ്ത അവരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നത് വരെ സാർ ഞങ്ങൾ ഈ സമരം തുടരും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഈ സമരം തുടരും. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ എന്നാണ്. അവരെ സംരക്ഷിക്കാനാണ് നിങ്ങളുടെ ഭാവം എങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ദിവസം മൗനം പാലിച്ചത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നിങ്ങൾ. ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ സസ്പെൻഡ് ചെയ്ത്? ഈ വിഷ്വൽ പുറത്തു വന്നപ്പോൾ കേരളം അതിശക്തമായി പ്രതിഷേധിക്കുകയാണ്. എത്ര പേരാണ് സാർ സങ്കടപ്പെടുന്നത്? പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ സഹായിയായി അവരുടെ കൂടെ നിൽക്കേണ്ടതല്ലേ? സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനിൽ പോകണ്ടേ? ആവശ്യത്തിന് പരാതിയുമായി പേടിയായില്ലേ, ഭയമായില്ലേ? പരാതിക്കാരൻ്റെ കൈവിരൽ ഒടിച്ച സ്ഥലമുണ്ട്. പരാതിയുമായി ചെന്നതിന് പരാതി കൊടുത്തവൻ്റെ കൈവിരൽ പോലീസ് സ്റ്റേഷനിൽ അടിച്ചൊടിച്ചു. ഇതെല്ലാം ചെയ്യുന്നത് പോലീസ്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞേ മതിയാവൂ, ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ? സാർ, അതുവരെ
ഞങ്ങൾ ഈ നിയമസഭയുടെ ഈ ഹാളിന്റെ കവാടത്തിന് മുന്നിൽ ഞങ്ങളുടെ 2 MLA-മാർ ശ്രീ സനീഷ് കുമാറും ശ്രീ അഷറഫും അനിശ്ചിതകാല സത്യാഗ്രഹം ഇന്നു മുതൽ ആരംഭിക്കുക. ഇതിനൊരു നടപടി എടുക്കുന്നത് വരെ വേണം. ഇതിനൊരു നടപടി ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അങ്ങ് പറയണം, നടപടി എടുക്കുമോ? ഞങ്ങൾക്കറിയണം. അങ്ങയുടെ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണത്തിനല്ല ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ആക്ഷൻ വേണം, നടപടി വേണം. 10-12 ദിവസമായി മിണ്ടാതിരിക്കുന്ന അങ്ങയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകണം. നടപടിക്ക് അങ്ങ് തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അങ്ങ് മറുപടി പറയണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.